Hi everyone, it's me Rahul. Welcome to Rich Chat Talks. Sorry. സോ നമ്മുടെ ലെവൽസ് നിന്ന് റിജക്ഷൻ വന്നിരിക്കുകയാണ് നിഫ്റ്റി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സ് താഴോട്ട് നിഫ്റ്റിക്ക് ഒരു ഡൗൺഫാൾ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. സോ ആഫ്റ്റർ ദിസ് എക്സ്പെക്റ്റഡ് മൂവ്മെൻ്റ് ആണ്. സോ അറൗണ്ട് 5,500 പോയിൻറ്റ്സ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോസ് അത് മാർക്കറ്റിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ലാസ്റ്റ് ലെവലിൽ നിന്ന് ആ സപ്ലൈ സൈഡിൽ നിന്ന് റിജക്ഷൻ ഉണ്ടാവുന്നത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അനലൈസ് ചെയ്ത പോലെ തന്നെ നിഫ്റ്റിക്ക് 5,600 ആ ലെവലിൽ നിന്ന് ഒരു 100 പോയിൻറ്റ്സിൻ്റെ പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ വി എക്സ്പെക്റ്റഡ് ദാറ്റ്. ഓക്കെ, താഴോട്ട് ട്രെൻഡ് എടുത്തവർക്കെല്ലാം അത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. സോ നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസിസിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ലാസ്റ്റ് എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിലെല്ലാം ഉണ്ട്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കത് ഒന്ന് ജസ്റ്റ് റീവൈൻഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഈ ഒരു ഫാൾ, ഈ ഒരു എക്സ്പെക്റ്റേഷൻ, ഈ ഒരു മൊമെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മൊമെൻ്റാണ്. ബട്ട് ദിസ് ക്യാൻഡിൽ ഒരു ബിയറിഷ് എൻഗാൾഫിൻ ക്യാൻഡിലാണ്. സോ ഈ ഒരു ക്യാൻഡിൽ ഒരു നല്ല സൈൻ അല്ല ഇപ്പം ഒരു ഹയർ റേഞ്ചിൽ നിന്നുള്ളത്. ബട്ട് ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ താഴത്തെ ആ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് നിഫ്റ്റി ട്രേഡ് ചെയ്ത റേഞ്ച് വരെ, അല്ലെങ്കിൽ ഒരു 50% പുൾ ബാക്ക് എന്തായാലും എടുത്തിട്ട് ഒരു പുൾ ബാക്ക് എന്തായാലും നിഫ്റ്റി തരത്തുള്ളൂ. സോ അതിൻ്റെ ഉള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കാനുള്ള ചാൻസാണ് കൂടുതലും. ബാക്കി ഡിപ്പെൻഡ് അപ്പോൾ മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ എന്താ സംഭവിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. ബട്ട് 25,200 ഈ ഒരു ഏരിയ നമ്മുടെ ഒരു മേജർ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് സോണാണ്. ഓക്കെ, സോ നമുക്ക് 1 ഹവറിലോട്ട് വരാം. 1 ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മേജർ ഡിമാൻഡ് സോണാണ്. ഓക്കെ, ഡിമാൻഡ് സോൺ നമ്മുടെ മേജർ സപ്പോർട്ട്, ഇത് നമ്മുടെ മേജർ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും ഈ ഒരു ഏരിയ. ഓക്കെ, മേജർ സപ്പോർട്ട് ഓർ ഡിമാൻഡ് സോൺ. ഓക്കെ, ഇത് നമ്മുടെ മേജർ സപ്പോർട്ട് ഓർ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിതിനെ ഒന്ന് വലുതാക്കിയിട്ട് നമുക്കൊരു ഗ്രീൻ ഇത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ മേജർ സപ്പോർട്ട് സ്ട്രോങ് ഡിമാൻഡ് സോണാണ്. സോ ഇത് ലാസ്റ്റ് 1 ഹവറിൽ നമുക്ക് ഇതിൻ്റെ ഹൈയും കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ലാസ്റ്റ് ഹൈ, ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിൽ പ്ലസ് ലാസ്റ്റ് ഹൈ. ഓക്കെ, സോ ഇത് നമ്മുടെ സപ്ലൈ സോണും കൂടെയാണ്. ഓക്കെ, ഇത് നമ്മുടെ സപ്ലൈ സോണും കൂടെയാണ്. സോ ഈ ഒരു ഏരിയ നമ്മുടെ സപ്ലൈ സോണും ഇത് നമ്മുടെ മേജർ ഡിമാൻഡ് സോണും അല്ലെങ്കിൽ മേജർ സപ്പോർട്ടും ആണ്. സോ നമുക്ക് സപ്ലൈ സോൺ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. SUPPLY സോൺ. വെരി ഗുഡ്. സോ റെഡ് കളർ. ഓക്കെ, സോ നമ്മുടെ സപ്ലൈ സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോകാം. നമ്മുടെ ലെവൽസൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 50 മിനിറ്റ്സിൽ ഇത് നമ്മുടെ നാളെ ഇപ്പം ഉള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ്. ഇത് നമ്മുടെ ഇന്നത്തെ റേഞ്ചാണ്. സോ ലാസ്റ്റ് 15 അല്ലെങ്കിൽ 1 അവർ ഏകദേശം 1 അവറിൽ നിഫ്റ്റി റേഞ്ച് ട്രേഡിങ് ചെയ്യുന്ന സ്ഥലമാണ്. സോ നമുക്ക് ഈ ഏരിയയിൽ നോ ട്രേഡ് ആയിരിക്കും. ഈ നോ ട്രേഡ് സോണാണ് നമുക്ക് നാളെ ഈ ഏരിയയിൽ. സോ നമുക്ക് നാളെ ട്രേഡ് വരണമെങ്കിൽ നമുക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് മോളോട്ട് പോകണം. സോ നമുക്ക് മോളോട്ട് നാളെ ഒരു ട്രേഡ് ഈ ഒരു ഏരിയ, അതായത് 25,657 ഈ ഒരു ഏരിയ കഴിയുന്നവരെ നമ്മൾ മോളോട്ടുള്ള ട്രേഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ഓൺലി താഴോട്ടുള്ള ട്രേഡ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ നമ്മൾ നിഫ്റ്റി മോളോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സെൽ ഓൺ റൈസ് എന്ന കൺസെപ്റ്റിലെ നാളെ നമ്മൾ ട്രേഡ് ചെയ്തുള്ളൂ. സോ നമ്മൾ നാളെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. നിഫ്റ്റി അഥവാ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നിഫ്റ്റിക്ക് ഈ ഒരു ഏരിയ ആക്ട് ചെയ്യും. ഈ ഒരു ഏരിയ 25,315 ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് സെക്കൻഡായിട്ട് 25,235
25,235 ആൻഡ് 25,315. അപ്പം ഇത് നാളെ ബ്രേക്ക് ചെയ്തിട്ട് ഇത് നാളെ റേസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് പിന്നെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ്സ് നാളെ ഇൻട്രാഡേയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. മുകളോട്ട് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സെൽ ഓൺ റൈസ് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഇവിടുന്ന് ബൈ ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് സെല് ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മൾ മുകളോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പിന്നെ റിജക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വീണ്ടും താഴോട്ട് ട്രേഡ് എടുക്കത്തുള്ളൂ. മുകളോട്ടൊരു ട്രേഡ് വരണമെങ്കിൽ നമുക്കിനി 25,600 ഈ 650 ഏരിയ ബ്രേക്ക് ചെയ്താലേ മുകളോട്ട് ട്രേഡ് വരത്തുള്ളൂ. സോ നമ്മുടെ ട്രേഡ് ഉള്ളി നാളെ സെൽ ഓൺ റൈസ് ആയിരിക്കും. ഒന്നുകിൽ ഇവിടുന്ന് സെല്ല് ചെയ്യും താഴോട്ട്, വീണ്ടും റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ ടാർഗറ്റായിട്ട് ഈ ഒരു അടുത്തുള്ള സപ്പോർട്ട് എടുക്കും. അതല്ല നേരെ താഴോട്ട് നിഫ്റ്റി ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ 470-50 ഏരിയ നമ്മൾ താഴോട്ട് ട്രേഡ് എടുക്കും. നമുക്ക് താഴോട്ട് 315 ആൻഡ് 235 ഇത് രണ്ടും നമ്മുടെ താഴത്തെ സപ്പോർട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ താഴത്തെ ഈ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ലെവൽസ് വളരെ ഇമ്പോർട്ടൻറ്റ് ലെവൽസാണ് ഇപ്പം ഞാൻ സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നാളെ ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലാസ്റ്റ് വീഡിയോസ് ഒന്ന് ജസ്റ്റ് ബാക്ക് അടിച്ച് കണ്ടാൽ മതി. നമ്മൾ എന്താണോ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്, എന്താണോ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു സെയിം മൂമെൻറ്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇന്നും ആ ഒരു മൂമെൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരാണ് ജസ്റ്റ് പുറകോട്ടൊന്ന് പോയിട്ട് ജസ്റ്റ് നോക്കുക. എന്നിട്ട് നാളെ ഈ ലെവൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നെങ്കിൽ ഈ സോൺസും ഈ ലെവൽസൊക്കെ മാർക്ക് ചെയ്തിട്ട് നാളത്തെ ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.